ഇടയച്ചെറുക്കനായ ദാവീദിന്റെ തെരഞ്ഞെടുപ്പ് അങ്ങനെയാണ്. 12 വയസ്സ് പ്രായമായിരിക്കും ആ സമയത്ത് ആടിൻ്റെ പുറകെ നടക്കുന്ന അവനെ നോക്കിക്കൊണ്ട് ദൈവം പറയുന്നു, ഞാൻ കണ്ടിരിക്കുന്നു. നിങ്ങളെ നോക്കിക്കൊണ്ടും പറയുന്നു ദൈവം, ഞാൻ കണ്ടിരിക്കുന്നു, ഞാൻ ഒരാളെ കണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ പർപ്പസിന് വേണ്ടി, ഉദ്ദേശത്തിന് വേണ്ടി ദൈവം തന്നെ കണ്ടിരിക്കുന്നു. മനുഷ്യർ തന്നെ കാണുന്ന പോലെ അല്ല ദൈവം തന്നെ കാണുന്നത്. മനുഷ്യർ തന്നെ നോക്കുമ്പോൾ നീ ഇടയച്ചെറുക്കനാണ്, ആടിൻ്റെ ദുർഗന്ധം നിന്റെ മേലുണ്ട്, പക്ഷേ ദൈവം നിന്നെ കാണുന്നത് അങ്ങനെയല്ല. ശമൂവേൽ പ്രവാചകനോട് ദൈവം പറയാ, നീ എത്രത്തോളം ദുഃഖിച്ചുകൊണ്ടിരിക്കും, നീ എന്തിനാ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? ആരെക്കുറിച്ചോർത്താ? ശമൂവേലിനെ കുറിച്ചോർത്ത് കഴുതകളെ തിരക്കിടുന്ന ഒരു മനുഷ്യരെ പിടിച്ച് രാജാവാക്കി, ഇസ്രായേലിൻ്റെ 1ാമത്തെ രാജാവാക്കി ദൈവം ഉയർത്തിയത്. കഴുതകളെ കാണാതെ പോയ കഴുതകളെ, അപ്പൻ്റെ കഴുതകളെ തിരക്കി നടക്കുന്നിടത്തുനിന്നാണ് അവനെ പിടിച്ച് ദൈവം രാജാവാക്കിയത്. ദൈവത്തിൻ്റെ പുറത്തുകൾ എത്ര അത്ഭുതമാണ്. പക്ഷേ അവൻ അതിൽ താഴ്മയോടെ ഇരുന്നില്ല. അവൻ അഹങ്കരിച്ചു പോയി, അവൻ അനുസരണക്കേട് കാണിച്ചു പോയി, അവൻ തള്ളപ്പെട്ടു. തിരഞ്ഞെടുക്കുന്ന ദൈവത്തെ തള്ളിക്കളയുവാനും അധികാരമുണ്ട്. അവനെ തള്ളിക്കളഞ്ഞു. പക്ഷേ മനുഷ്യനായ ശമൂവേൽ പ്രവാചകൻ ഇരുന്ന് ദുഃഖിക്കുകയാണ്. എന്താ ദുഃഖിക്കുന്ന? അയ്യോ ഇങ്ങനെ പറ്റിയല്ലോ, അയ്യോ ശൗല് ഇങ്ങനെ പോയല്ലോ എന്ന് നമ്മൾ ദുഃഖിക്കുമ്പോൾ ദൈവം ചോദിക്കുന്നത്, നീ എത്രത്തോളം ദുഃഖിച്ചുകൊണ്ടിരിക്കും? ഞാൻ കണ്ടിട്ടുണ്ട് ഒരാളെ. ഒരു കാര്യം ഓർത്തോൾക്ക, എവിടെയെങ്കിലും ഒരു വാതിൽ അടയുമ്പോൾ നീ ഇരുന്ന് കരയണ്ട. മറ്റെവിടെയോ ഒരു വാതിൽ തുറന്നിടാതെ ഇപ്പോഴുള്ള വാതിൽ അടയുവാൻ ദൈവം സമ്മതിക്കുകയില്ല. നിനക്ക് വേണ്ടി എവിടെയോ ഒരു അത്ഭുതത്തിൻ്റെ വാതിൽ തുറന്നു വയ്ക്കാതെ ഇപ്പോഴുള്ള വാതിൽ അടയുവാൻ ദൈവം സമ്മതിക്കുകയില്ല. ഒരു ശൗലിനെ തള്ളിക്കളഞ്ഞപ്പോൾ ഒരു ദാവീദിനെ ദൈവം കണ്ടുവച്ചിരുന്നു.